പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് എൻ്റെ അടുക്കളയിലെ പരീക്ഷണ വസ്തുവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവനില്ലാത്തവർക്കും ഇനി സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ ബ്രെഡ് വീട്ടിലുണ്ടാക്കാം. ബ്രെഡിൻ്റെ പല വേർഷൻസും ഞാൻ ഉണ്ടാക്കി നോക്കി. നമ്മൾ എന്തൊക്കെ അതിൽ ചേർക്കുന്നു അതനുസരിച്ച് അതിൻ്റെ സ്വാദ് മാറുന്നു. പാചകത്തിലേക്ക് കിടക്കാം. ഇന്ന് കുട്ടികൾക്കുള്ള ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രെഡ് ഉണ്ടാക്കാം. 1 കപ്പ് ഏകദേശം 240 ml പാല് അല്പം ചൂടാക്കി അതിൽ 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് ഇളക്കുന്നു. 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി 1.5 കപ്പ് ആട്ടമാവും 1/2 കപ്പ് മൈദയും 1 മുട്ടയും ചേർത്ത് നന്നായി ഇളക്കി ചേർക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഞാനിവിടെ എൻ്റെ നിലവറയിലുള്ള ഒലീവ് ഓയിൽ എടുത്തു. 36 മാസം എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നുണ്ട്. അതിനങ്ങനെ ശാപമോക്ഷം കിട്ടി. ഇനി ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതൊഴിവാക്കുക. അതിൻ്റെ രുചി ബ്രെഡിൽ വരില്ല, അത്രയേ ഉള്ളൂ. മധുരമോ മുട്ടയോ ഒഴിവാക്കാം. ഉപ്പ് കൂട്ടാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വളരെ സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഡോ വേണം. ഇതിനെ അല്പം എണ്ണ തടവിയ മറ്റൊരു പാത്രത്തിലാക്കി അടച്ച് 5-6 മണിക്കൂർ, 5 അല്ലെങ്കിൽ 6 മണിക്കൂർ ഫെർമെൻറ്റേഷന് മാറ്റിവെക്കാം. ഇപ്പോൾ 5 മണിക്കൂർ ആയി. ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിലെ ഗ്യാസ് കളഞ്ഞ് എണ്ണയോ വെണ്ണയോ ഉരുട്ടി മയപ്പെടുത്തിയ ബ്രെഡ് ടിന്നിൽ ഇതിനെ മാറ്റാം. ഇനി ഇത് പ്രൂഫ് ചെയ്യണം. 1 മുതൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ബ്രെഡ് ഡോ പ്രൂഫ് ആകും. ഇതിനു മുകളിൽ നമുക്ക് ബട്ടറോ പാലോ മുട്ടയോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ ബട്ടർ പുരട്ടുന്നു. ഇനി കുറച്ച് എള്ള് ഇട്ട് കൊടുത്താൽ അപ്പീലിംഗ് ആയിരിക്കും. ഇതിനെ നമുക്ക് ബേക്ക് ചെയ്യുന്നതിനായി വലിയൊരു കുക്കർ എടുത്ത് പൊടിയുപ്പിട്ട് അതിൽ റിങ്ങോ ഏതെങ്കിലും പാത്രമോ വച്ച് ഗ്യാസ്കറ്റും വെയിറ്റും ഇല്ലാതെ അടച്ച് ഫുൾ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. ഇവിടെ എൻ്റെ ഉപ്പിൻ്റെ കളർ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ബേക്ക് ചെയ്ത് പഴകിയ പൊടിയുപ്പാണിത്. വേറൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് ഇറക്കി വെച്ച് 30 മിനിറ്റ് മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയതുകൊണ്ട് ഈ സമയം മതി. ഇനി നമുക്ക് പുറത്തെടുത്ത് വെച്ച ശേഷം കുറച്ച് ചൂട് മാറിയ ശേഷം ഇതൊന്ന് തട്ടിക്കൊടുത്താൽ ബ്രെഡ് പുറത്ത് വരും. ഇതിലൽപ്പം ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് തണുക്കാൻ അനുവദിക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 1 മണിക്കൂർ നനഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞ് വച്ച് അത് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഇനി താമസിക്കണ്ട. പ്രിസർവേറ്റീവ്സും അഡിറ്റീവ്സും ഇല്ലാത്ത ന്യൂട്രി റിച്ച് ബ്രെഡ് ആഘോഷമായിട്ട് മുറിച്ച് എല്ലാവരും ഒത്ത് കഴിച്ചോളൂ. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കൂ. അപ്പോൾ തൽക്കാലത്തേക്ക് സയനാറ.